അന്നൊന്നും ചെയ്യാതെ വിട്ടതിന് നന്ദിയായി കൂട്ടുകാരനെ കൊണ്ട് പത്രത്തിൽ കൊടുപ്പിച്ചു അല്ലേ? അപ്പൊ ഇവൻ തന്നെ തെങ്ങുംപുറത്തെ കക്ഷി, റൈറ്റ്? ASP ഓർഡർ ഇട്ടിരിക്കുന്നു തന്നെ കുറിച്ച് വിശദമായി അന്വേഷിച്ച് വിവരം കൊടുക്കാൻ. അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് ഇടിച്ച് പറയിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞേക്ക് റീത്തയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഇത്ര കൃത്യമായി താൻ എങ്ങനെ അറിഞ്ഞുവെന്ന്. റീത്ത പറഞ്ഞു. ഓക്കെ, അപ്പൊ എവിടെ റീത്ത? ദേ, കൂട്ടുകാരെ വടിയാക്കുന്നത് പോലെ എന്നെ വടിയാക്കരുത്. റീത്തയെ തടവിലാക്കി അവളെ പീഡിപ്പിച്ച് അവളിൽ നിന്ന് സത്യങ്ങൾ അറിഞ്ഞ് അത് പത്രത്തിൽ എഴുതി അതുവഴി കാശുണ്ടാക്കി എന്നുള്ള കുറ്റം ചുമത്തി വേണമെങ്കിൽ എനിക്ക് നിന്നെ അറസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ വാറണ്ടുണ്ടെങ്കിൽ വേണ്ട വേണ്ടെങ്കിൽ വേണ്ട വേണ്ട വേണ്ട. ആരാണോ ഇയാളുടെ ഡോക്ടർ? സൈക്കാട്രിസ്റ്റ് സണ്ണി ജോസഫ്. എന്താണ് ഇത്? സാറിന് ഇഷ്ടമുള്ള സ്റ്റൈലല്ലേ ഇത്? വട്ടം വെച്ച് വായി തോന്നിയൊക്കെ എഴുതി പോലീസ് ഡിപ്പാർട്ട്മെന്റ് താറടിച്ച് കാണിച്ചാലോട്ടല്ലോ. കയ്യാമ വെച്ച് കൊണ്ടുപോയി ഇലക്ട്രിക് ഷോക്ക് എന്ന് പട്ടി കിട്ടി ഇറക്കി ഞാൻ പറഞ്ഞേക്കാം. ഇലക്ട്രിക് ഷോക്കിനും മന്ത്രവാദത്തിനും ഒതുങ്ങുന്നതല്ല, ഇവൻ ഒരു പുതിയ കലക്കൻ സാധനമാ. ഊതല്ലേ അടിച്ചതിന്റെ എടാ ഗോപ, നീ ഒരു കാര്യം അറിഞ്ഞില്ല? ഈ സാറേ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രി കിടക്കായിരുന്നു. എവിടെയാണ് ഓപ്പറേഷൻ എന്ന് ചോദിക്കണ? താൻ ഇതെങ്ങനെ അറിഞ്ഞ്? ഡോക്ടർ റീത്ത ഹോസ്പിറ്റലല്ലേ ജോലി ചെയ്യുന്നത്? റീത്ത പറഞ്ഞു. ഇതെന്ത് തരം പെട്ടാണോ? ആരാണോ ഇയാളുടെ ഡോക്ടർ? സൈക്കാട്രിസ്റ്റ് സണ്ണി ജോസഫ്. അയാളെ കണ്ടിട്ടുള്ള കാര്യം. അസുഖമാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ച് അടക്കി ഒതുക്കി നിർത്ത്. ഞാൻ പോയിട്ട് വരാം. മറ്റേ കാര്യം പത്രത്തിൽ അടിച്ചുവിടണ്ട. ഏത് കാര്യം? പ്ലീസ്. ആ കാര്യം ഞാൻ ഏറ്റി. പക്ഷേ കുറച്ച് ചിക്കിളിയാവും. പറഞ്ഞു എത്ര? ഈ പത്രത്തിൽ നിന്ന് ശ്രീകുമാറില്ലേ, അതെ. ഇപ്പൊ കുറച്ച് ഫേമസ്. കൈ കുറച്ച് കാശും കാണും. കസ്റ്റഡിയിൽ നിന്ന് തട്ടിയെടുത്ത് ആരും കാണാത്തിട്ട് താമസിപ്പിക്കാൻ 1 രൂപയും. എത്ര? 1 lakh. 1 lakh? അയ്യോ, അത്രയും കുറച്ച് മതിയാ? പുട്ടും കടലടിക്കാൻ തയ്യൂലല്ല, ഇച്ചിരി ഇറക്കി പിടിക്കുക. നിനക്ക് വേണ്ടി ഒരു 5000 രൂപ ഇറക്കാം. കൂടുതൽ ഇറക്കാൻ പറയരുത്. ശരി, സമ്മതിച്ചു. നീ ആയതുകൊണ്ട് ഒരു 5000 രൂപ തരും. നടക്കോ? നോ 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 നോ. നടക്കാത്ത കാര്യത്തെ കുറിച്ച് എന്തിനാ മോനെ സംസാരിക്കുന്നത്? ചെവിക്ക് തട്ടി കളിക്കണാടാ, ചെവിക്ക് തട്ടി കളിക്കണാടാ. എന്താ നീ ചെവി കേട്ടത്? ആര്? നീ? ഞാനോ? ഈശ്വര, ഇനി റീത്തയാണോ? പ്രേതത്തിന്റെ കാര്യം പറഞ്ഞ് കാര്യം സാധിക്കാനാണല്ലേ. നിനക്കറിയില്ലേ, ഈ പ്രേതത്തിലും ഈശ്വരനൊന്നും വിശ്വസിക്കാത്ത ഒരു നിരീശ്വരവാദിയാണ് ഞാൻ. ആണോ? ദൈവത്താണ് സത്യം. എന്തിനത്? നീ ആരും കൂടെ വന്നിരിക്കണത്? ചുമ്മാ ഇരിക്കാൻ പറയണ. അയ്യോ, കോലാടി 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 അല്ല, കോടാലി. കുറക്കടാ, കുറക്കില്ല വെട്ടി കീറും. കുറച്ചിരിക്കുന്നു സൗജന്യം. ഇനി പിന്തിരിയാൻ പറ്റില്ല, ഉടനെ റെഡിയായി കഴിഞ്ഞു. താനെന്താ ഇവിടെ? ഏറ്റവും ആത്മാർത്ഥമായി റീത്ത കേസ് അന്വേഷിച്ചിട്ടും സാറിനെ അവർ പുറത്താക്കി. ഇപ്പോൾ ആ കേസ് സത്യസന്ധമായി തെളിയിക്കാൻ ഞങ്ങൾക്ക് സാറിന്റെ എന്തെങ്കിലും സഹായം ഉണ്ടാവുമെന്നറിയാൻ. തന്റെ കൂട്ടുകാരനെ ഇറക്കി കിട്ടുക എന്ന സഹായമാണെങ്കിൽ അത് നടക്കത്തില്ല. മേലെ നിന്ന് നല്ല പിടിയുണ്ട്. ആ സഹായമല്ല. പിന്നെ? സാർ വാ. എടോ, താൻ പുറത്തിയാടിയോ? കഷ്ടം. ഇനിയിപ്പോ തന്നെ പിടിച്ചു കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. സാറിപ്പോ ഡ്യൂട്ടിയിലല്ല എന്നൊരു ന്യായമുണ്ടല്ലോ. എടാ ഗുഹ, നീ ഇവിടെ? സാറിന് എന്നെ എപ്പോഴും ലോക്കപ്പിൽ മാത്രം കണ്ടാ മതിയാ, വല്ലപ്പോഴും പുറത്തും കാണണ്ടേ? അപ്പൊ നീയാണല്ലേ ഇയാളെ പുറത്തിയാടിച്ചത്? അതെ, ഞാൻ തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതും ഒരു സഹായത്തിനേ. സൂക്ഷിച്ചൊഴുക്കി. പണ്ടത്തെ പോലെ മൂത്രമൊന്നും തോന്നിയിട്ട് ഒഴിക്കാൻ പറ്റില്ല. ആരെങ്കിലും കണ്ടാ പിടിച്ചോണ്ട് പോകും. ആവശ്യക്കാരൊന്ന് പിടിച്ചോണ്ട് പോട്ടടാ, നമ്മൾ വെറുതെ ഒഴിച്ചുള്ള സാധനമല്ലേ. മൂത്രത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്, പോലീസ് കണ്ടാ പിടിച്ചോണ്ട് പോകുന്നു.
എന്താടാ എന്ത് നീ ഇങ്ങനത്തെ ആളാണല്ലേ ഊളെ എങ്ങനത്തെ ആള്? ഈ പെണ്ണുങ്ങളെ പോലെ ശബ്ദം മാറ്റിയിട്ട് ആ സ്വഭാവം എന്റെ അടുത്ത കൂട്ടാ. ഗോപാ, അത് ശരി. ഇതാണല്ലേ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. പെണ്ണിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നവന്മാരുടെ അസുഖം എന്താണെന്ന് എനിക്കറിയാം. എനിക്ക് നേരത്തെ അറിയാടാ. നിന്റെ മീശയില്ലാത്ത മുഖം കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. നടക്ക് നടക്ക് നടക്ക്. താരയും മീശ പറ്റത്ത് കാര്യമില്ല. ഇതൊരു രോഗം അസുഖം. ഈ അസുഖം മരുന്നില്ല, ഹ്യൂമൻ ഡിസീസാണ്. ഗോപാ, ഗോപൻ എന്നെ കാണാവോ? കാണാം. അയ്യോ, അപ്പൊ ഞാൻ പറയുന്ന കേക്കാവോ? കേൾക്കാം. ഇതാണ് തൊട്ടെ. നീ തൊടുന്നത് പറയുന്നു. ഞാനും അറിഞ്ഞു. മനസ്സിലായോ എന്നെ? പിന്നെ അറിയാം. ആരാ? റീത്തയല്ലേ? എടാ, എനിക്ക് റീത്തയെ ടച്ച് ചെയ്യാൻ പറ്റി, കേൾക്കാൻ പറ്റി, കാണാൻ പറ്റി. എനിക്ക് കാണാൻ പറ്റി. നിനക്ക് കാണാൻ പറ്റുമോ? പക്ഷെ ഏതാ ഈ റീത്ത? അറിയില്ലേ? റീയുടെ കൂടെ ഉണ്ടായിരുന്ന റിലേ കെട്ടായി പോയ അല്ലേ? അതെ അതെ. ഹലോ, എടാ കിട്ടിയടാ എന്തോന്ന്? റീത്തയെ. നീ വെറുതെ ആളെ വടിയാക്കരുത്. നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. ദേ, നിനക്ക് കേൾക്കാൻ പറ്റുമെന്ന് നോക്ക്. ഭാഗ്യം ഉണ്ടെങ്കിൽ കേൾക്കാം. ഗോവിന്ദൻകുട്ടി, ഞാൻ വന്നു. കേക്കാവോ? കേക്കാം. ഗോവിന്ദൻകുട്ടി എളുപ്പം ഇങ്ങോട്ട് വരുന്നു. അതോ വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ഒന്ന് ഗോവന്റെ കൊടുത്തേ. കൊടുക്കാവേ? ഹലോ ഗോപ, ഞാൻ കേട്ടടാ. എനിക്ക് ഭാഗ്യമുണ്ടടാ. ബാക്കി കൂടി പറയൂ. എഴുതിക്കൊടു. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് അങ്ങനെ അവിടെ ചെല്ലണ്ട. എന്താണ് ഈ കാണിക്കണത്? ഞാൻ എന്ത് കാണിച്ചു? എന്താണ് കാണിക്കണ? പട്ടി തരാൻ എന്ത് തരാൻ? പറയണ ഗോപ, ഞാൻ എന്ത് തരാനാന്ന്? എന്നാ പിടിച്ചേ. എന്നാ ഇത് പിടിച്ചേ. അങ്ങനെ അവിടെ ചെന്നിട്ട് യു കണ്ടിന്യൂ. അങ്ങനെ ഇപ്പൊ കണ്ടില്ലേ? എന്താടാ പറയാൻ? എടാ, ഞാൻ നിന്നോട് സംസാരിച്ച തക്കത്തിന് ഗുഹൻ എഴുതിയെടുക്കുന്നു. എന്ത്? ശ്രീകുട്ട പത്രത്തിലെ ഫീച്ചറിന്റെ ബാക്കി അവൻ ചോദിച്ചറിയുന്നു. ഒന്നും പറഞ്ഞു കൊടുക്കല്ലേന്ന് പറ. ഒന്നും ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ നീ അവന്റെ കൊങ്ങാക്കിയേറി പിടി. കൊങ്ങാക്കിയേറി പിടിക്കാൻ പിടിക്കാലോ. പിടിച്ചു പിടിച്ചു പിടിച്ചു. വിടല്ലേന്ന് പറ. ഗോപം പറയാതെ എനിക്ക് വിടാൻ പറ്റില്ല. ഗോവിന്ദൻകുട്ടി പറയാതെ എനിക്ക് പറയാനും പറ്റില്ല. ഞാൻ അങ്ങോട്ട് വരുവാ. അതുവരെ നീ ഡീസന്റ് ആയിട്ടൊന്ന് നിന്നേക്കണേ. അത് ഞാൻ ഏറ്റു. ഡ്രസ് പോരാ. വിട്ടേര് വിട്ടേര്, ഇനി വിട്ടേര്. റീത്ത കൊങ്ങ കുടിച്ചപ്പോ ശ്വാസം കിട്ടിയില്ലെങ്കിലും നല്ല സുഖം കിട്ടി. വേണ്ട വേണ്ട, അങ്ങനെ ശ്വാസം കിട്ടാതെ ഇനി സുഖിക്കണ്ട. അതെ, ഗോവിന്ദൻകുട്ടി ഇപ്പൊ ഇങ്ങോട്ട് വരും. നമുക്കൊന്ന് പറ്റിക്കണ്ടേ? എങ്ങനെ? അത് റീത്ത പോയി മുറിയിൽ ഒളിച്ചിരുന്ന ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. റീത്ത, റീത്ത, ഞാൻ വന്നു. ഗോവിന്ദൻകുട്ടി വന്നു. ഗോവിന്ദൻകുട്ടി, ഓ, റീത്ത ഒന്ന് വന്നേ, ഞാനൊന്ന് കാണട്ടെ. എന്താ ഇത്ര ധൃതി? അതെ, എനിക്ക് ഗോവിന്ദൻകുട്ടി ആദ്യം കണ്ടപ്പോ മുതലേ ഇഷ്ടമാ. എന്തിഷ്ടം? പ്രേമം. ഒയ്യോ, കൂട്ടുകാരന്റെ പെണ്ണിനെ ആ കണ്ണു വെച്ച് കണ്ടൂടാ. അവന് ഫീൽ ചെയ്യും. അങ്ങനൊന്നുമില്ല. അതെ, ഉടുപ്പ് തയ്പ്പിച്ചോ? ഏതുടുപ്പ്? മണവാളന്റെ ഉടുപ്പ്. ഏത് മണവാളൻ? അന്നേ മണവാളന്റെ ഉടുപ്പും തയ്പ്പിച്ചോണ്ട് വരാന്ന് പറഞ്ഞു പോയ ആളല്ലേ? ഫ്രണ്ടിലോട്ട് വന്നേ, ഫ്രണ്ടിലോട്ട് വന്നേ. അതെ, എനിക്ക് ഈ ഉടുപ്പ് ഇഷ്ടമായി, എനിക്ക് ഈ ഉടുപ്പ് ഇഷ്ടമായി, എനിക്ക് ഈ ഉടുപ്പ് ഇഷ്ടമാ. എന്താണ് ഗോവിന്ദൻകുട്ടി? എനിക്ക് റീത്തയെ കാണാൻ അയ്യോ, പറ്റില്ല. ഞാനിവിടെ നിൽക്കുന്നു. റീത്തയിലേ നിക്കണത്. എവിടെടാ റീത്ത? നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയ ഭാഗ്യം എനിക്ക് കിട്ടാതെ പോയല്ലോ. റീത്തയിലേ നിൽക്കുന്നത്. എനിക്ക് കാണാൻ വയ്യ. എന്റെ രണ്ട് കണ്ണുകളും ഞാൻ കുത്തിപ്പൊട്ടിക്കും. അപ്പൊ നീ ഫോണിൽ കൂടി സംസാരിച്ചതാ? ഫോണാണോ ജീവിതം? പറയടാ. ജീവിതമാണോ ഫോൺ? പറയടാ. എനിക്ക് ജീവിതം വേണ്ട. റീത്തയെ കാണാൻ പറ്റാത്ത ഈ ജീവൻ ഉപേക്ഷിച്ചിട്ട് ഞാൻ വരത്തുള്ളൂ. അനുഗ്രഹിച്ചട്ടെ, ആശീർവദിച്ചട്ടെ. എനിക്ക് കാണാൻ പറ്റാത്ത റീത്ത, ഗുഡ് ബൈ. എടാ, ഇനി അവൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യും. അതിന്റെ ഒരു മണമുണ്ട്. നീ പോയി നോക്ക്, ഞാൻ അവിടെ നിൽക്കാം. മേഡം, നമുക്ക് ഒരുമിച്ച് പോവാം. ഞങ്ങൾ പോയിട്ട് വരാം. ഗോവിന്ദൻകുട്ടി, നീ അതിക്രമം ഒന്നും കാണിക്കല്ലേ. ജീവിതം പാവനമാണ്. അത് അടിവസ്ത്രം പോലെ അഴിച്ചു കളയാനുള്ളതല്ല. അടിവസ്ത്രമല്ല. എടാ പുല്ലന്മാരെ, ഇതാണ് റീത്ത. അത് മായ, മെന്റൽ കേസ്. മെന്റൽ എന്ന് പറഞ്ഞ വലിയ കുഴപ്പം പിടിച്ച മെന്റൽ. കഴുത്തെ പിടിച്ച് ഞെക്കി കൊല്ലാൻ പോലും പഠിക്കത്തില്ലെന്നാ ഡോക്ടർ സണ്ണി ജോസഫ് പറഞ്ഞത്. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കും മക്കളെ. ഗോപ, നമുക്ക് രക്ഷപ്പെടണ്ടടാ. എങ്ങനെ രക്ഷപ്പെടാനാ? വയസ്സായി വാദം പിടിച്ച് തളർന്നു കിടക്കണ അമ്മ ഒറ്റക്കല്ലടകത്ത്.
ആ എന്തു വന്നാലും നീ പേടിക്കരുത് കേട്ടാ. എന്തു വന്നാലും നീ പേടിപ്പിക്കരുതട്ടാ. എന്താ രണ്ടുപേരും ഒന്നും മിണ്ടാ നിൽക്കുന്നത്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. കണ്ണുപൊട്ടന്മാരോ? അല്ല, കുരുടന്മാരാ. ഓ, ഞാൻ കരുതി അന്ധന്മാരായിരിക്കും. അതെ, ബ്ലൈൻഡന്മാർ. ഓ, മിസ്റ്റർ ബ്ലൈൻഡന്മാർ, ഈ വടി കാണുന്നുണ്ടോ? എവിടെ? ഈ വടിയോ? ഈ വടി ഞാൻ കാണുന്നില്ലല്ലോ. ഉം. ഏ, ഈ അടി കൊള്ളുന്നുണ്ടോ? ഏയ്, ഈ അടി പോലും ഞാൻ അറിയുന്നില്ലല്ലോ. ഇങ്ങോട്ടൊന്ന് കൊടുത്തു നോക്കൂ സോദരി, ചിലപ്പോ അറിയുമായിരിക്കും. ഐഡിയ. എന്നെ അടിച്ചോ? ഞാൻ അറിഞ്ഞതേ ഇല്ല. എന്നാ പിന്നെ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്താലോ? ഗുഹ ഗോപ പോയി.